ഹായ് ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു 18നും 27 വയസ്സിനിടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതൊരു എല്ലാ വർഷം വരുന്ന ഒരു വേക്കൻസി അല്ല, 2-3 വർഷം കൂടുമ്പോൾ മാത്രം റിലീസ് ചെയ്യുന്ന ഒരു വേക്കൻസിയാണ്. ഇതിന് തൊട്ട് മുന്നേ 2023-ലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2025-ലാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ IB ഈ വർഷം നല്ല രീതിയിലാണ് വേക്കൻസീസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഒരു വേക്കൻസി വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ IBയിൽ ACIO എന്ന് പറയുന്ന ഗ്രേഡ് 2 പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വേക്കൻസീസ് ഈ ഒരു വർഷം IBയിൽ വരുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ IBയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും? ഒന്ന്, ജോബ് പ്രൊഫൈൽ, നാച്ചർ ഓഫ് വർക്ക്, അതേപോലെ സാലറി, എന്താണ് നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എക്സാം പാറ്റേൺ, അതേപോലെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ്, അതേപോലെ പ്രൊമോഷൻ. ഈ ഒരു പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ലെവലിൽ നിങ്ങൾക്ക് എത്താം എന്നുള്ള എന്ന പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് വേണ്ടി റിലീസ് ചെയ്ത ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 2-3 ദിവസം കൊണ്ട് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടീസിനെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ഫസ്റ്റ്, ജോബ് പ്രൊഫൈൽ. എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്? ഞാൻ ഓൾറെഡി പറഞ്ഞു, പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ഈ ഒരു പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലായിരിക്കും? ഇന്റലിജൻസ് ബ്യൂറോന്റെ അണ്ടറിലായിരിക്കും. ഇന്റലിജൻസ് ബ്യൂറോ തന്നെ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ്. ഇതൊരു ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണെന്ന് ക്ലിയർ ആയിട്ട് ഷോർട്ട് നോട്ടീസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ജോബിന്റെ നേച്ചർ ഓഫ് വർക്ക് നോക്കിയാലോ. എന്താ ഫസ്റ്റ് എഴുതിയേക്കുന്നത്? ഡെസ്ക് ആൻഡ് ഫീൽഡ് വർക്ക് ഇൻക്ലൂഡഡ്. അതായത് ഇതിൽ ഡെസ്ക് ജോബും ഇൻക്ലൂഡഡ് ആണ്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫീൽഡ് ജോബും ഉണ്ടാവും. ഓക്കെ, പേഴ്സൻറ്റേജിന്റെ ടേംസിൽ പറയാനാണെങ്കിൽ ഫീൽഡ് വർക്ക് ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും ഫീൽഡ് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ജോബാണ്. അതേപോലെ രണ്ടാമത് എന്താ? നോൺ യൂണിഫോം ജോബാണ്. നോൺ യൂണിഫോം നോൺ ആംഡ് ഫോഴ്സ് ആണ്. ഓക്കെ, മൂന്നാമത്തത് നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ലോക്കൽ ഇന്റലിജൻസ് കളക്ഷൻ ആണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. നിങ്ങളെ ഏത് സ്റ്റേറ്റിലാണോ ഏത് സ്ഥലത്താണോ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് അവിടത്തേക്ക് വേണ്ട അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. നാലാമത്തത് ഇറഗുലർ വർക്കിംഗ് ടൈം. നിങ്ങൾക്ക് അറിയായിരിക്കും IBയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജോബ് ടൈമിംഗ് ഇതൊരു ഫിക്സഡ് 9 o'clock to 5 o'clock ജോബ് അല്ല. ഇതിന് കറക്റ്റായിട്ട് വർക്കിംഗ് ടൈം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്, ഇറഗുലർ വർക്കിംഗ് ടൈം. ചിലപ്പോൾ രാത്രി വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പകൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ സാലറി നമുക്ക് നോക്കിയാലോ. സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ലെവൽ 3 പോസ്റ്റ് ആണ്. ലെവൽ 3 പോസ്റ്റിന്റെ 7th പേ കമ്മീഷൻ പ്രകാരം ബേസിക് പേ എന്ന് പറയുന്നത് 21,700 രൂപയാണ്. അതിന്റെ ഏറ്റവും ബേസിക് പേ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിയറൻസ് അലവൻസ് ഇൻക്ലൂഡഡ് ആണ്. ഡിയറൻസ് അലവൻസ് എത്രയാ? 55% ഓഫ് ബേസിക് പേ. അത് എത്ര വരും? 11,935 രൂപ നിങ്ങൾക്ക് DA ആയിട്ട് കിട്ടും. HRA ഞാൻ കേരളമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രമാണ് എടുക്കുന്നതെങ്കിൽ 20% ഓഫ് HRA ആണ്, 20% ഓഫ് ബേസിക് പേ ആണ് കിട്ടുക. കാരണം ഇതൊരു Y കാറ്റഗറി സിറ്റിയാണ്. അപ്പോൾ 20% ഓഫ് ബേസിക് പേ എന്ന് പറയുന്നത് 4,340 രൂപ കിട്ടും. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത് 5,580 രൂപ. അതേപോലെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഈ NPSലേക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4,709 രൂപ. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത് 48,264 രൂപയോളം വരും. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്ട്രാ ആയിട്ട് കിട്ടും? സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ്. സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു പേയും കൂടി കിട്ടുന്നുണ്ട്. അത് എത്ര വരും? 20% ഓഫ് ബേസിക് പേ വരും. ഇത് കൂടാതെ വേറെ എന്ത് കിട്ടും? നിങ്ങൾ സൺഡേസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ അതിന് ക്യാഷ് കോമ്പൻസേഷൻ ആയിട്ട് എക്സ്ട്രാ വേറൊരു എമൗണ്ടും കൂടി കിട്ടും. അപ്പോൾ 7th പേ കമ്മീഷൻ തന്നെ പ്രകാരം ഏകദേശം 55,000-നും 60,000-നും ഇടയിലായിരിക്കും നിങ്ങളുടെ ഇനീഷ്യൽ ഗ്രോസ് പേ എന്ന് പറയുന്നത്.
ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 8th പേ കമ്മീഷൻ അടുത്ത വർഷം നിലവിൽ വരുമ്പോൾ അപ്രോക്സ് നമ്മൾ എന്താ പറയുക വിചാരിക്കുന്നത് ഇത് ഏകദേശം ഒരു 60,000 ടു 70,000ന്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളായിരിക്കണം. 10ാം ക്ലാസ് യോഗ്യതയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. മൂന്നാമത്തത് നിങ്ങൾ ഏത് സ്ഥലത്താണോ പോസ്റ്റിംഗ് എടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ ലാംഗ്വേജിൻ്റെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഏജ് പറയാനാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 18നും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറി. ഇത് ഞാനൊരു ജനറൽ കാറ്റഗറി ഏജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജനറലി 18നും 27 വയസ്സിനിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു എക്സാമിന് നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ റിലാക്സേഷൻ കിട്ടും. അതുപോലെ SC ഓർ ST ആണെങ്കിൽ 5 വർഷം വരെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് വരുന്ന ഒരു വേക്കൻസി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 2023 എന്തായിരുന്നോ എക്സാം പാറ്റേൺ, ആ ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ റിലീസാവും. ആ ഒരു ടൈമിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു 2023 എക്സാം പാറ്റേൺ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടയർ 1 എക്സാം നമുക്ക് 4 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുണ്ട്, ലോജിക്കൽ റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. കറക്റ്റ് പറഞ്ഞാൽ SSCയുടെ സെയിം 4 സബ്ജക്റ്റുകൾ. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. മാത്സിന് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 ചോദ്യം, ലോജിക്കൽ റീസണിങ്ങിന് 20 ചോദ്യം, ജനറൽ അവയർനെസ് 40 ചോദ്യം, ഇംഗ്ലീഷ് 20 ചോദ്യം. അങ്ങനെ മൊത്തം 100 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 100 മാർക്കിനായിരിക്കും നിങ്ങളുടെ ടയർ 1 നടക്കുക. അതായത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1/4 ഓഫ് ദ മാർക്ക് ആയിരിക്കും നിങ്ങളുടെ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ടയർ 1 100 ചോദ്യം 100 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്ക്, അതുപോലെ ഒരു തെറ്റായ ആൻസറിന് -1/4 ഓഫ് ദ മാർക്സ്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സാം ഡേറ്റ് ഒന്ന് നോക്കിയാലോ. ഞാൻ പറഞ്ഞു ടയർ 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്രോക്സ് നമ്മൾ വിചാരിക്കുന്നത് ഒക്ടോബർ മിഡോടുകൂടി നടക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കിയാലോ. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 26 ജൂലൈ ആണ്. 26 ജൂലൈയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 17th ഓഗസ്റ്റ് 2025 രാത്രി 12 മണിക്കാണ് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീ എത്രയായിരിക്കും? ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 650 രൂപയാണ്. 650 രൂപയാണ്. എപ്പോൾ ആർക്ക്? ജനറൽ ഓർ OBC മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 650 രൂപയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും 550 രൂപയായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ പ്രൊമോഷൻ സാധ്യതകൾ നമുക്ക് നോക്കിയാലോ. നിങ്ങൾ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, IBയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ, അത് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഓഫീസർ, അതും ഗ്രേഡ് 2, അത് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 1. ഇതായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ ഹൈറാർക്കി എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുന്നേ IB ACIO എന്ന് പറയുന്ന ഒരു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. IB ACIO എന്ന് പറയുന്ന എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഈ ഒരു പോസ്റ്റിലേക്കായിരിക്കും ഇനി ഫസ്റ്റ് തന്നെ വന്ന് കയറുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ആയിരിക്കും കയറുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ IB എന്ന് പറയുന്നത് ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വർഷം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം 8,000-9,000 വേക്കൻസിയാണ് IBയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ അതിന് എലിജിബിൾ ആണ്, നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ
ഡെഫിനറ്റ്ലി IBയുടെ ഈ 2 എക്സാംസും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി ഭംഗിയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് SSC മെന്ററിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനായിട്ട് SSC മെന്ററിന്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.